ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മന്ത്രം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം വേണമെങ്കിൽ. യന്ത്രം എന്ന് പറയുന്നത് മിസൈൽ ഡിവൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈബ്രേഷൻസ് സെൻഡ് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റാളുകളുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും. എൻ്റെ തലച്ചോറിലേക്ക് സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അയാൾക്കത് പറ്റിക്കഴിഞ്ഞാൽ ഞാനിവിടെ അയാളുടെ കൺട്രോളിലായി. ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഈ ഒരു അവസ്ഥ വരും. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇതിനെ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നതിൽ, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്, തലച്ചോറെന്ന് പറയുന്നത് ഭയങ്കര നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കണ്ടുപിടിച്ചിട്ടില്ലാത്ത സയൻസ് തന്നെയാണ്. ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു എത്ര വർഷം എന്നറിയില്ല, ഫ്യൂച്ചറിൽ വേണേൽ വരാൻ പറ്റും. ഇപ്പോൾ ഫോൺ പോലെ തന്നെ ഒരു ഹീലിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയേക്കും. ഇന്നത്തെ വിശ്വാസമാണ് നാളത്തെ സയൻസ്. യഥാർത്ഥത്തിൽ ഒരു മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അച്ഛൻ. ഞാനിപ്പം ആലോചിക്കുമ്പോൾ പൂജാകാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളക്ക് കെട്ടു. പക്ഷേ അച്ഛൻ അവിടെ ആവണിപ്പലയിലിരുന്ന് ദൂരെ ഇരിക്കുന്ന ഒരു ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരെ ഇരിക്കുന്ന വിളക്കിൽ ത്രാടകം ഉപയോഗിച്ച് കത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മളോടൊപ്പം MG ഗിരീശൻ സാറാണുള്ളത്. സാർ നമസ്തേ. നമസ്കാരം. സാർ ഈ ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാമെന്ന് കരുതിയത്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മന്ത്രങ്ങൾ വെച്ച് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങ് ശാസ്ത്രവും അതേപോലെ തന്നെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അങ്ങയുടെ കുടുംബ പശ്ചാത്തലം കൊണ്ട് അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ ഉണ്ടാക്കാൻ കഴിയുമോ? മിസൈൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ശക്തിയെ അല്ലെങ്കിൽ ഒരു ഏരിയയെ തകർക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മന്ത്രം ഇപ്പം പണ്ട് കാലത്തെ അല്ലെങ്കിൽ പുരാതന കാലത്ത് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് മന്ത്രം, യന്ത്രം, തന്ത്രം എന്നുള്ള മൂന്ന് കാര്യങ്ങൾ വെച്ച് മേഖല വെച്ചിട്ടാണ്. അപ്പോൾ അത് ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മന്ത്രം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം വേണമെങ്കിൽ. യന്ത്രം എന്ന് പറയുന്നത് മിസൈൽ ഡിവൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. തന്ത്രം എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്ന ഒരു ഉപകരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിസൈൽ ഉപയോഗിക്കാൻ പറ്റും എന്ന ഒരവസ്ഥയിലേക്ക് വരാം. പക്ഷേ ഇനി ഭാവി കാലങ്ങളിൽ നമുക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈബ്രേഷൻസ് സെൻഡ് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റാളുകളുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും. അങ്ങനെ കഴിയൂല്ലേ? അങ്ങനെ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അമേരിക്ക യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ആരോ പറയുന്നത് കേട്ടു, അമേരിക്ക നേരത്തെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന കാര്യം കേട്ടില്ല. അതെന്ന് പറയുന്നത് അമേരിക്ക ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ അല്ല. സിമ്പിൾ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ചിന്തകൾ, ഒരു മനുഷ്യൻ്റെ ചിന്തയാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ശക്തിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളിൻ്റെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലായി. അതെങ്ങനെയാണ് ഒരാളെ മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ? അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ന്യൂറോൺസിലേക്ക് വരുന്ന സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അത് ഇപ്പം ചെയ്ത് കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ തിയറിയിലെ സയൻസുകൾ, നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് വെച്ചിട്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചിട്ട് ന്യൂറോൺസിൽ നിന്ന് വരുന്ന സിഗ്നൽസാണ് നമ്മുടെ ഹ്യൂമൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, എന്ത് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ സിഗ്നൽസ്, എൻ്റെ തലച്ചോറിലുണ്ടാകുന്ന സിഗ്നൽസാണ്. അത് സ്വസ്ഥമായിട്ട് കേൾക്കുക എന്നുള്ളത് രാഹുലിൻ്റെ ന്യൂറോൺസിൻ്റെ സിഗ്നൽസിനെ ബന്ധപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് മാറിയിരുന്ന ഒരാൾ എൻ്റെ ന്യൂറോൺസിലേക്കിലെ എൻ്റെ തലച്ചോറിലേക്ക് സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അയാൾക്കത് പറ്റിക്കഴിഞ്ഞാൽ ഞാനിവിടെ അയാളുടെ കൺട്രോളിലായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നത് പോലെ. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന പോലെ തന്നെ. എന്നുവെച്ചാൽ ഇപ്പോൾ എയും ഇപ്പം സോഫ്റ്റ്വെയർ യുഗവും ഒക്കെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഈ ഒരു അവസ്ഥ വരും. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അതെങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് ഒരുപാട് പഠനങ്ങളിലൂടെ മാറേണ്ട ഒരു. അതെങ്ങനെയാണ് ഈ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത്? ഇപ്പം ഒരാൾ അവിടെ നിൽക്കുന്നു, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ മൈൻഡിനെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നു വെച്ചോ. ഒരു കത്തി എടുത്ത് ഞാൻ ഒരാളിനെ കുത്താൻ അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും.
നമുക്ക് ഒരാളെ കൊല്ലാൻ ഇത് വെച്ച് ഉപയോഗിക്കാം. നമ്മൾ കൺട്രോൾ ചെയ്യുമല്ലേ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുമല്ലേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറൊരു സ്റ്റഡി ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ടല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ 0.01% ഉള്ളൊരു സ്റ്റഡി. അതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ ന്യൂറോൺസ് സിഗ്നൽസ്, ഈ സിഗ്നൽസിനെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ചിന്തകൾ, ഇപ്പോൾ ഒരാൾ മരിച്ചുപോയെന്ന് വെച്ചു, അല്ലെ മരിച്ചുപോയില്ല കോമയിലായി, ഒരു മൾട്ടി മില്യനർ കോമയിലായി. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കീകൾ, അങ്ങനെയുള്ള കുറേ പേഴ്സണൽ കാര്യങ്ങൾ അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഇയാളുടെ ചിന്തകളെ. പക്ഷേ അതൊന്നും ഇപ്പം കേൾക്കുന്നവർ ചിലപ്പം ഒരുപാട് കമൻറ്റുമായിട്ട് വരാം. പക്ഷെ എന്നാലും സത്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയിൽ പ്രോജക്റ്റിൽ ഞാൻ ചെയ്തതാണ്. ഏകദേശം ഒരു 2014-15 കാലഘട്ടങ്ങളിലായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതെന്ന് പറയുന്നത് ന്യൂറോൺ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിന്തകൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുക. പക്ഷെ അങ്ങനെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിൽ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഏത് ഭാഷയിലിരിക്കുന്നു, മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് സിഗ്നൽസ് ആയിട്ട് എടുത്തു, അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിനപ്പുറത്തോട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെഡിക്കൽ ടീമിൻ്റെ, നല്ലതെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതല്ല, ഫോറിൻ കൺട്രീസിൻ്റെ മെഡിക്കൽ ടീംസിൻ്റെ സപ്പോർട്ട് വേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള അത്രയും ഡെവലപ്ഡ് അല്ലല്ലോ, ഉറപ്പായിട്ടല്ല. അപ്പം അങ്ങനെ കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ചു. പിന്നെ അതങ്ങോട്ട് മാറിപ്പോയി. അത് 2014, 15, 16 കാലഘട്ടങ്ങൾ, ഞാൻ റിസർച്ച് ചെയ്യുന്ന കാലഘട്ടങ്ങൾ, PhD ചെയ്യുന്ന കാലഘട്ടങ്ങളിലായിരുന്നു. അത് പിന്നീട് അങ്ങ് നിന്നുപോയി. അതിനുശേഷം പിന്നെ അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല ഞാൻ. അങ്ങനെ എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ന്യൂറോൺസ് എന്ന് പറയുന്നൊരു ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നതിൽ, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്, തലച്ചോറെന്ന് പറയുന്നത് ഭയങ്കര, നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കണ്ടുപിടിച്ചിട്ടില്ലാത്ത സയൻസ് തന്നെയാണ്. ഇപ്പം ഇത്രയും നമ്മുടെ മെഡിക്കൽ സയൻസ് എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ന്യൂറോൺസിനെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിനിനെ പറ്റിയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അത് അത്രയും അതിസങ്കീർണമായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അവിടെ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്നോട് ചോദിച്ചില്ലേ ഇപ്പം നമുക്ക് ദൂരെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ. ആ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ്. വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചാൽ അത് നമ്മൾ ഇപ്പം നമുക്ക് 2 തരത്തിലുള്ള സയൻസാണുള്ളത്. ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ്, ഒന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സയൻസ്. അതിനെയാണ് ഈ താന്ത്രികം മാന്ത്രികം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ യുക്തിവാദികൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത്, മനസ്സിലായില്ലേ. അപ്പം കണ്ടുപിടിക്കാൻ അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് സയൻസ് എന്ന് നിർവചിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ തന്നെ, മനുഷ്യൻ തന്നെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി, ഈ ചട്ടക്കൂടിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം സയൻസ് എന്ന് പറയുന്നു. പക്ഷെ ആ ചട്ടക്കൂടിലും പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സയൻസ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങൊരു സയന്റിഫിക്കലി വരുന്ന ഒരാളല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്? രണ്ടും കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞൊരു വേണമെങ്കിൽ അവസ്ഥ എന്ന് പറയാം. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അത് ഇല്ലയെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. മീൻസ് എൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ തന്നെ ഇൻ്റർവ്യൂവിൽ പലരും വന്നിങ്ങനെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയാൾക്കറിയാം അത് നടക്കത്തില്ല, തെറ്റാണ്, പക്ഷെ ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അതൊന്നുമല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ ജീവിക്കാൻ വേണ്ടിയുള്ളത് എൻ്റെ പ്രൊഫഷൻ വേറെ ഉണ്ട്, ഇതും എൻ്റെ ഒരു പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ എന്നാലും അതിൽ എനിക്കൊരു ക്യൂരിയോസിറ്റിയും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അസ്ട്രോളജിയിലാണെങ്കിലും തന്ത്രത്തിലാണെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പോയിന്റ് ഓഫ് വ്യൂയിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും, മനസ്സിലായില്ല. അപ്പം പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങ് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ മനസ്സിലേക്ക് വന്നത് ബോധിധർമ്മൻ സിനിമയിലെ ബോധിധർമ്മൻ എല്ലാവരെയും കൺട്രോൾ ചെയ്തതുപോലെയാണ്. അത് ഒരു ഹിപ്നോട്ടിക് ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന്. അല്ല, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു കൺട്രോളിങ് അല്ല. ഹിപ്നോട്ടിസം കൺട്രോളിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ കൂടുതൽ ഹിപ്നോട്ടിക് സൈഡിനെ പറ്റി അറിയില്ല. പക്ഷേ എന്നാൽ ഇതെന്ന് പറയുന്നത് വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിവൈസ് വെച്ചും ചെയ്യാൻ പറ്റും. ഇപ്പം ഫ്യൂച്ചറിൽ, ഇപ്പോൾ ഒരു എത്ര വർഷം എന്നറിയില്ല, ഫ്യൂച്ചറിൽ വേണേൽ വരാൻ പറ്റും. ഇപ്പോൾ ഫോൺ പോലെ തന്നെ ഒരു ഹീലിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയേക്കും. അത് നമ്മുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൂരെ ഇരുന്ന് ഇതിൻ്റെ കോഡിങ് അറിയാവുന്ന ഒരാൾക്ക് നമ്മളുടെ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റും. അതനുസരിച്ച് ഇവിടുന്ന് നമ്മൾ കോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്ത് വിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ, ഇത് ധരിച്ചിരിക്കുന്ന ആൾ കറക്റ്റായിട്ടത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും.
എന്നുവെച്ചാൽ ഇപ്പം കാലിൽ മുറിവുള്ള ഒരാളിന് അത് ഉറങ്ങിപ്പോകുന്ന ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല, അല്ലാതെ എന്നുവെച്ചാൽ മെൻ്റൽ സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്താൻ ഈ ഇങ്ങനൊരു ഡിവൈസ് വന്നു കഴിഞ്ഞാൽ പറ്റും. അങ്ങനെ വരും, അത് ഉറപ്പായിട്ടും വരും. എന്ന് വെച്ചാൽ ഇന്നത്തെ വിശ്വാസമാണ് നാളത്തെ സയൻസ്. പക്ഷേ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോണിലൊക്കെ ഒരുപാട് മ്യൂസിക്സ് ഉണ്ട്, മ്യൂസിക് തെറാപ്പി, അത് ഓരോ ഡെൽറ്റ, ഓരോ ഹെഡ്സ് സൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഹീലിംഗ് എന്ന് പറയുന്നത്? അല്ല, അതെന്ന് പറയുന്നത് നമ്മൾ ചെവി കൊണ്ട് കേട്ട് തലച്ചോറിലേക്ക് വന്ന് ന്യൂറോൺസിന് വളരെ ചെറിയ മാറ്റം വരുത്തിയൊക്കെ എടുക്കുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസിന് ഇനിയും ഇപ്പോൾ അന്നേരം ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇല്ല. പക്ഷേ അതിൽ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വരികയും ചെയ്യും, ഉറപ്പായിട്ട് അത് നടക്കുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമല്ലേ? ഇന്നത്തെ വിശ്വാസമാണ് നാളത്തെ സയൻസ്. മനസ്സിലായി, ഒരു 100 വർഷം മുമ്പ് ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നൊരു വിശ്വാസമായിരുന്നു. ഇവിടെ ഒരു പ്രകാശം വരും, ഇവിടെ സൂര്യന് പകരം ഒരു സംഭവം ഇവിടെ വെച്ചാൽ ലൈറ്റ് വരും, തെളിച്ചം വരും എന്ന് പറയുന്നൊരു വിശ്വാസമായിരുന്നു. ഇന്നത് ബൾബ് കണ്ടുപിടിച്ചു, അത് സയൻസായി മാറി. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ വിശ്വാസങ്ങളൊക്കെ നാളെ സയൻസ് ആവത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങയുടെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അങ്ങ് സയൻറ്റിഫിക്കായിട്ട് പോകുന്ന ഒരാളാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മാന്ത്രികമാണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം കുടുംബപരമായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്ക് കടന്നു വന്നത്? അവിടെ നിന്നും എങ്ങനെയായിരുന്നു ഒരു സയൻറ്റിഫിക് ലെവലിലേക്ക് പോകണമെന്ന് തോന്നിയത്? എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ പേര് ഗോപാലമേനോൻ എന്നാണ്, പന്തപ്ലാവൽ ഗോപാലമേനോൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം എന്ന് പറയുന്നൊരു ഒരു വൻ വൃക്ഷമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ആശ്വാസമായിരുന്ന, പക്ഷെ ബോർഡൊന്നും വെച്ചിട്ടുള്ള പരസ്യങ്ങളൊന്നുമില്ല, ഇതുവരെ ഒരു പരസ്യമില്ല, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇല്ല അച്ഛനൊന്നും. അപ്പം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലൊരു മാന്ത്രികൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു അച്ഛൻ, ഞാനിപ്പം ആലോചിക്കുമ്പോൾ. പക്ഷെ അന്നേരം നമ്മുടെ അച്ഛനാണ് കൂടെ പോകുന്നത്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ മുതലേ ഞാൻ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പോകുമായിരുന്നു. അതായത് ഈ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ദിവസവും വീട്ടിൽ ഒത്തിരി ആളുകൾ വരുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഒരു 90-95 കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാൻ മിസ്സിങ് വരുന്നതെല്ലാം മിക്കവാറും പോലീസുകാർ വീട്ടിലോട്ട് പറഞ്ഞു വിടും. മീൻസ് ഇത് കേട്ട് നെഗറ്റീവായിട്ട് പറയണ്ട, ഉള്ള സംഭവമായിരുന്നു. അതായത് ആളെ കാണാനില്ല, പക്ഷേ പോലീസുകാർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ലീഡ് വേണമല്ലോ. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല ട്രാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അറിയാൻ വേണ്ടി അച്ഛൻ കുറച്ച് നാൾ അച്ഛൻ അറിയപ്പെട്ടിരുന്നു മാൻ മിസ്സിങ് കേസ് കണ്ടുപിടിക്കുന്ന ആൾ എന്നുള്ള രീതിയിലായിരുന്നു. കുറേ അറിയപ്പെട്ടിരുന്നു, ഒത്തിരി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പറയുന്നിടത്ത് പോലീസ് അവിടെ നിന്ന് പോയി ആളിനെ പിടിച്ചുകൊണ്ട് വരും, വീട്ടിൽ കൊണ്ടുവരും, കാണിക്കും, പിന്നെ തിരിച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. ഈ ചില കുട്ടികളെ കാണാൻ പോകുമല്ലോ, അങ്ങനെയുള്ള സംഭവം നടന്ന സംഭവമാണ്. ഇതെല്ലാം ഒരു ഫയലിൽ, ഒരു വലിയൊരു ഡയറിയിൽ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യാദൃശ്യം എന്ന പോലെ ഒരു 5 വർഷത്തിന് മുമ്പ് ഈ ഫയലെല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഡയറി ഫുള്ള് ചെതലരിച്ച് അതെല്ലാം പോയി. പിന്നെ 100-120ഓളം ആളുകളുടെ അനുഭവങ്ങൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു വലിയൊരു ഫയലായിട്ട്, ഡയറിയായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, അച്ഛനായിരുന്നു എൻ്റെ ഗുരു. അപ്പം അതൊരു എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ കൂടെ കൊണ്ടുനടന്ന് ഞാനും ഇതിനകത്ത് ഇങ്ങനെ ഇറങ്ങി മനസ്സിലായി. അപ്പം എന്ന് വെച്ചാൽ അന്നൊക്കെ എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കത്തില്ല. നമ്മൾ ഇന്ന ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്നു, കൂടെ ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുന്നു, കാണുന്നു. അപ്പോൾ ഇത് വിശ്വാസമാണോ സയൻസാണോ ഒന്നൊന്നും നമുക്കറിയില്ല. അതിനുശേഷം ഒരു 10 വയസ്സ് ഇല്ല 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചേഞ്ച് വരുന്ന ഏജിലൊരു ചേഞ്ച് വരുന്ന ടൈമുണ്ടല്ലോ. ആ ടൈമിൽ നമ്മൾ ചിന്തിക്കും, വേണോ, ഇതെന്തുവായ സംഭവം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചില എന്താ പറയുന്നത് അനുഭവങ്ങൾ വരാൻ തുടങ്ങി. അതായത് എന്താ പറയുന്നത്, ഇപ്പോഴൊക്കെയാണ് ത്രാടക എന്നൊക്കെ നമ്മൾ ആ പേര് കേട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് ഇപ്പോൾ ഓർമ്മ വന്നത്, ഒന്നൊരിക്കൽ ഏതൊരു വീട്ടിൽ സുദർശനവും ഒക്കെ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളെല്ലാം കൂടെ. അവിടെ പോയപ്പോഴത്തേക്ക് രാത്രി ഒരു 8-9 മണിയായി. ഭയങ്കര ലൈറ്റൊന്നും ഇല്ല അന്ന്. ആ സമയം നല്ല മഴ. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് വിളക്ക് കത്തിച്ചു. ആളുകളൊക്കെ വന്നിരുന്നു. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂജാ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളക്ക് കെട്ടു. കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ടത് കെട്ടു എന്നുള്ളത്. പക്ഷേ അച്ഛൻ അവിടെ ആവണിപ്പലകയിലിരുന്ന് ദൂരെ ഇരിക്കുന്ന ഒരു ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരെ ഇരിക്കുന്ന വിളക്കിൽ ത്രാടക ഉപയോഗിച്ച് കത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ വിളക്ക് കത്തിച്ചു എന്നുള്ളതാണ്.
ഇപ്പോഴാണ് പക്ഷേ ഈ കാലങ്ങളിലാണ് ഈ ഒരു 1-1.5 വർഷം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ടു, ശരി, അപ്പം നമ്മൾ വിചാരിച്ചത് അത് മങ്ങി നിന്നാണ്, പിന്നെ കത്തുകയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനടുത്ത് ആളിരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഓക്കെ, അത്ഭുതമാണ്. ഈ വലിയ അന്ന് ഏജ് ആയതാണ്, എനിക്ക് അത്ര ഏജ് ഇല്ല, എനിക്കൊരു 10 വയസ്സ് കാണുമായിരിക്കും. അന്ന് ബാക്കിയുള്ളവർക്ക് ഏജിലാണ്. അവർ പറഞ്ഞു സ്വാമി അത് കത്തിച്ചു, കത്തിച്ചു എന്നുള്ളത് കണ്ടു. പിന്നെ പൂജകൾ നടന്നു, കാര്യങ്ങളെല്ലാം നടന്നു. രാവിലെ എഴുന്നേറ്റ് തിരിച്ചു വന്നു. പക്ഷേ എനിക്കതിനെപ്പറ്റി ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി, ഇല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈ താന്ത്രികവും ജ്യോതിഷവുമായിട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായി ഞാൻ ഇറങ്ങിയിട്ട്. അത് പക്ഷെ പല സ്ഥലങ്ങളിലായിരുന്നു, വീട്ടിൽ തന്നെ അല്ലായിരുന്നു. അപ്പോൾ അച്ഛനിപ്പം പോയതിന് ശേഷം ഈ ഒരു വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ഈ അമ്പലങ്ങളിലെ കാര്യങ്ങളാണെങ്കിലും ബാക്കി വീടുകളിലെ പൂജകളാണെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ പവർ, അതിന് വേണ്ടുന്ന പവർ അത്രയും അച്ഛന് ഇത് വെച്ചിരുന്നു എന്നുള്ള പവർ നമുക്ക് മനസ്സിലാവുന്ന അന്നേരമാണ്. അച്ഛൻ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ടായിരുന്നു? ഒരുപാടുണ്ട്. പക്ഷെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്നതല്ല. എങ്കിലും അതുകൊണ്ടാണല്ലോ നമുക്കും നിലനിൽക്കാൻ പറ്റുന്നത്. നിലനിൽക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഉപാസനയിലൂടെ മാത്രമേ നമുക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വിചാരിക്കും അച്ഛൻ പോയതിനു ശേഷം മോനും അച്ഛനെ പോലെ താടി വളർത്തിക്കൊണ്ട്. എനിക്ക് നേരത്തെ താടിയില്ലായിരുന്നു. പക്ഷെ ഞാൻ താടി വളർത്താൻ അച്ഛൻ അത്ര ഇഷ്ടമൊന്നുള്ളതല്ല. അപ്പം ഞാൻ ആ സമയങ്ങളിൽ അച്ഛനുള്ള സമയങ്ങളിൽ താടി വളർത്താൻ നീ പോയി ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിടുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാളത്തേക്കൊന്ന് വളർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ തന്നെ പറയുന്നത് അച്ഛനെ പോലെ മോനും താടി വളർത്തിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ അതിന് വേറൊരു വശമുണ്ട്. അതിപ്പം ചിലപ്പോൾ നാളെ ഞാൻ ഷേവ് ചെയ്തില്ലെങ്കിലായി, അത് വേറെ കാര്യം. പക്ഷേ കുറേ എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാത്ത സയൻസ് ഉണ്ട് കുറേയൊക്കെ. അതുകൊണ്ട് സയൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. സയൻസ് എന്ന് പറയുന്നൊരു പേരിട്ടേക്കുന്നതിന് മനുഷ്യനാണ്, നമ്മളാണ്. സയൻസ് എന്ന് പറഞ്ഞൊരു പേരിട്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതേപോലൊരു സംഭവം നാളെ വേറൊരു സ്ഥലത്തിരുന്ന്, അല്ലെങ്കിൽ ഇന്ന് വേറൊരു സ്ഥലത്തിരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇതാ ചെയ്യുന്ന ഓരോ ആളിൻ്റെ പവർ അനുസരിച്ചും കൂടെ വ്യത്യാസം വരും. അതിനെക്കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോഴേ ഇതെല്ലാം വ്യത്യാസം വരും.